ഈ കുടുംബത്തിന് ഈ എഗ്രിമെന്റിൽ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതിനെല്ലാം വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും അതിന്റെ കൂടെ നിന്നുകൊണ്ട് ഇതിനകത്തൊരു ശാശ്വതമായ പരിഹാരം ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു, പ്രതിപക്ഷത്തിന്റെ കൂടി. ഞാൻ കാസർഗോഡും കണ്ണൂരും ഞങ്ങൾ നടത്തിയ ജനകീയ ചർച്ചാ സദസ്സുകളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന വിഷയം ഈ കർഷകരുടെ സങ്കടങ്ങളും ഈ വന്യജീവി ആക്രമണങ്ങളുമാണ്. ഹൃദയം പൊട്ടിയാണ് ഓരോരുത്തർ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമായി മുൻഗണന കൊടുത്ത്, ഒരാൾ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബഹളം ഉണ്ടാവും അല്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും പറഞ്ഞു പോകും. പിന്നെ ഒരാളുടെ മരണശേഷമാണ് വീണ്ടും വിഷയം പൊങ്ങി വരുന്നത്. അതല്ല, ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാം ചെയ്യും അത് മുഴുവൻ ചെയ്യും. പിന്നെ ഞങ്ങൾ പറഞ്ഞു, ഈ കർണാടകവും സംസ്ഥാനവും തമ്മിലുള്ള ഇത് അറിയിക്കാനുള്ള അതൊന്നും ശരിയല്ല. കാരണം കർണാടകമാണ് കോളർ വെച്ചിരിക്കുന്നതെങ്കിലും ആ കോളർ ആസാം ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കോളറാണ്. ഇവിടെ ജനുവരി 5 ഈ ആനയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ സംസ്ഥാന വനം വന്യജീവി വകുപ്പ് കർണാടക സർക്കാരിനെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ ആ കോളറിന്റെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. കർണാടക ഗവൺമെന്റിനും കേരള വനം വന്യജീവി വകുപ്പിനും ഒരുപോലെയാണ് പാസ്വേഡും ഐഡിയും. അവർ പാസ്വേഡും ഐഡിയും കൊടുത്താൽ അവർക്ക് സിഗ്നൽ കിട്ടുന്നത് പോലെ തന്നെ ഈ പാസ്വേഡും ഐഡിയും കൊടുത്താൽ നമുക്ക് സിഗ്നൽ കിട്ടും. പക്ഷെ സിഗ്നലിലുള്ളൊരു കുഴപ്പം, ഇത് സാറ്റലൈറ്റ് വഴിയാണ്. ഈ സിഗ്നൽ, സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽ ഡീകോഡ് ചെയ്തെടുക്കാൻ വേണ്ടി 2-3 മണിക്കൂർ എടുക്കും. ആ 2-3 മണിക്കൂർ എടുക്കുമ്പോഴാണ് ആന അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. അല്ലാതെ കർണാടക ഗവൺമെന്റ് ഇത് കൊടുക്കാനിട്ടല്ല. കർണാടക ഗവൺമെന്റ് ഈ ആനയുടെ കോളറിന്റെ യൂസർ ഐഡിയും പാസ്വേഡും സംസ്ഥാന വനം വന്യജീവി വകുപ്പിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെറുതെ അത് പറഞ്ഞിട്ട് വിഷയം ഉണ്ടാക്കണ്ട. ഇനി അഥവാ ഈ അന്തർ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിയെ വിളിക്കുകയോ അല്ലെങ്കിൽ വനം മന്ത്രി ബാംഗ്ലൂർ പോവുകയോ ചീഫ് സെക്രട്ടറിയെയും വനം സെക്രട്ടറിയെയും CCFനെയും കൂടി കർണാടകത്തിൽ തൊട്ടടുത്തല്ലേ വിട്ട് അവിടെ ചെന്ന് സംസാരിച്ച് 2 സർക്കാരിലെയും ഉദ്യോഗസ്ഥന്മാർ ഒരുമിച്ചിരുന്ന് ഏതെല്ലാം തരത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തീരുമാനം എടുക്കണ്ടേ. ഇരകൾ നമ്മളല്ലേ, നമ്മുടെ ആളുകളല്ലേ ഇരകളായി മാറുന്നത്. അപ്പം നമ്മളല്ലേ മുൻകൈയെടുത്ത് അത് ചെയ്യാൻ വേണ്ടി പോകണം. ഞങ്ങൾ അതിനുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കാം, എല്ലാ സഹായം ഞങ്ങൾ ചെയ്തു കൊടുക്കാം. ഞങ്ങൾ നിയമസഭയിലും അവർ പോയി ഒരു സംവിധാനം ഉണ്ടാക്കട്ടെ. വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ 2 സർക്കാർ തമ്മിൽ ഉദാഹരണം ഉണ്ടാക്കട്ടെ. അവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമല്ല ആന, ഒരു സീസണിൽ ഇവിടുന്ന് അങ്ങോട്ടും പോവും ഇല്ലേ, ഇവിടുന്ന് അങ്ങോട്ടും പോവുമല്ലോ ആന. ഇതൊക്കെ തമിഴ്നാട്ടിലേക്കും കേരളത്തിന്റെ പല അതിർത്തിയുണ്ട്, ഇടുക്കി അതിർത്തിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്, കർണാടക അതിർത്തി. അപ്പൊ 3 സംസ്ഥാനങ്ങളും തമ്മിലൊരു ധാരണ ഉണ്ടാകട്ടെ. അതിനൊക്കെ മുൻകൈ എടുക്കേണ്ടത് ആരാ? ഗവൺമെന്റ് അല്ലേ. അത് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ വനം മന്ത്രിയുടെ നിഷ്ക്രിയത്വത്തിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. അദ്ദേഹം വെറും വനം മന്ത്രി മാത്രമല്ല, ഈ വയനാടിന്റെ ചാർജ് കൂടിയുള്ള മന്ത്രിയാണ്. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഇപ്പൊ പറഞ്ഞു വന്നത് അദ്ദേഹം വലിയ പരാതി, ഇന്നലെ കളക്ടറെയും SP ഒക്കെ ഇങ്ങനെ തടുത്തു വെച്ചത് വലിയ കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, തീരപ്രദേശത്ത് മത്സ്യത്തൊഴിലാളികൾ വൈകാരികമായി പ്രതികരിക്കുന്നവരാ അല്ലേ. കാരണം എന്താ, പരിവരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ജീവിക്കുന്നവരാ. ഇത് മനുഷ്യൻ ഭീതിയിൽ നിൽക്കുകയാണ്. തന്റെ കുടുംബത്തെയും മക്കളെയും സംരക്ഷിക്കാം. ഇന്നിപ്പോ ഇവിടെ വന്നപ്പോ കണ്ട ഒരു ഭയത്തിൽ നിന്നുണ്ടാകുന്ന അതല്ലേ പറയുന്നത്. അപ്പൊ അവര് വൈകാരികമായി പ്രതികരിക്കില്ല. ഇന്നലെ വൈകാരികമായി പ്രതികരിച്ചില്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമോ? ഇത് സ്വാഭാവികമായൊരു പ്രതികരണമാണ്. അവരെ ഇനി മാവോയിസ്റ്റും തീവ്രവാദിയൊന്നും ആക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ. ഈ പ്രതികരിച്ചവരെ പറഞ്ഞു വരുന്ന അതാണ്. അവരെന്തോ ആരോ കുത്തിത്തിരിപ്പുണ്ടാക്കി അതൊന്നല്ല. ഇതൊക്കെ സ്വാഭാവികമായ ജനങ്ങളുടെ പ്രതികരണമാണ്. ഇപ്പൊ നമ്മളെ കാണുമ്പോഴും പറയും ആളുകൾ, പറയും. കാരണം നമ്മളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളല്ലേ. ഞങ്ങളെ കാണുമ്പോഴും ആളുകൾ സങ്കടം പറയും, ചിലപ്പോൾ ദേഷ്യത്തിൽ പറയും, ചിലപ്പോൾ ചീത്ത വിളിച്ചെന്നിരിക്കും. അതൊക്കെ സ്വാഭാവികമല്ലേ. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉത്തരവാദിത്തം നിർവഹിക്കാതിരുന്നു കഴിഞ്ഞാൽ ആളുകൾ പ്രതികരിക്കും. അത് അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരല്ലേ. അല്ലാതെ തന്നെ ദുരിതമാണ് കാർഷിക മേഖലയിൽ. ഇതും കൂടി ആയപ്പോൾ അത് വലിയ വിഷമം ഉണ്ടാക്കുക.